ിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വസ്തുപ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ മാസം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരെ ഓർക്കാം. പ്രത്യേകിച്ച് ഉന്നത പഠനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിൽ തഴക്കദോഷങ്ങളാൽ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പണം കൊടുത്ത് തിരികെക്കിട്ട ബുദ്ധിമുട്ടുന്നവരെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ദൈവസന്നിധി സമർപ്പിച്ച എല്ലാ ദൈവമക്കളെയും നാം ഓരോരുത്തരെയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെയും ജീവിത പ്രതിസന്ധികളെയും ദൈവദൂതൻ്റെ മാധ്യമം വഴി തിരുസന്നിധി നമുക്ക് സമർപ്പിക്കാം. പലതരത്തിലുള്ള പ്രലോഭനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. തിന്മയുടെ വലിയ പരീക്ഷണങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൈശാചിക ബന്ധനങ്ങളിൽ മോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെയും സമർപ്പിക്കാം. ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിയോഗങ്ങളെയും വ്യക്തികളെയും എല്ലാം സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, മാലാഖ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉണ്ണീശോയിലൂടെ പിതാവായ ദൈവത്തെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തിരുവോസ്തിയുടെ മുമ്പിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പാപികളായ അടിയങ്ങൾ ഈ മാലാഖമാരോട് ചേർന്ന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാനായിട്ടും പാവങ്ങളെക്കുറിച്ച് ആഴപ്പെട്ട അനുതാപത്തിൽ ജീവിക്കാനായിട്ടും അന്യജനപ്പെടാനായിട്ടും പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് കുംസാരത്തിൻ്റെ കൂദാശ കൂടുതലായിട്ട് സ്വീകരിച്ച് പൂർണ്ണമായി മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയമപരിരക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വസ്തു തർക്കങ്ങൾ അവസാനിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിർത്തി പ്രശ്നങ്ങളുള്ളവർ, അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത പഠനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഭാവിയെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെടുന്നവർ, കർത്താവ് കൊടുത്ത പണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരെല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ, പ്രത്യേകിച്ച് ഈ കാലത്ത് പൗരോഹിത്യം സ്വീകരിക്കാനായിട്ടിരിക്കുന്ന എല്ലാ ഡീക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, സന്യാസ വസ്ത്രം സ്വീകരിക്കാനിരിക്കുന്ന എല്ലാ സന്യാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സമർപ്പണത്തിൽ പൂർണ്ണമായിട്ട് വിധേയത്തോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം എല്ലാ സന്യാസികർക്കും എല്ലാ പുരോഹിതർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാലാഖയുടെ മാധ്യസപേക്ഷിച്ച് തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം സ്തോത്രം, സ്തുതി 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 സ്തുതി. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. സ്വർഗീയ സൈന്യാധിപാ ദൂതനാം മീഖായേലേ, മധ്യസ്ഥം തേടി വരും ഞങ്ങളെ കാത്തിടണേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നൊവേനയിലേക്ക് കടക്കാം. നൊവേന ആരംഭിക്കുന്നു. സർവശക്തനും പരമപരിശുദ്ധനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നൽകുന്ന മാലാഖമാരോടുകൂടി ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, മാലാഖമാരിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി സൃഷ്ടികളുടെ മകുടമായി മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. ഞങ്ങളെ സംരക്ഷിക്കുവാനായി മാലാഖമാരെ അങ്ങ് നിയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സർവ്വസൈന്യാധിപനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേൽ മാലാഖയെ സഭയുടെ കാവൽക്കാരനും ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹത്തെ അങ്ങ് കനിവോടെ തൃക്കൺ പാർക്കണമേ. ജീവിത ക്ലേശങ്ങളിലും ആത്മീയവും ശാരീരികവും മാനസികവും എല്ലാ വ്യഥകളിലും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുഖ്യതനോട് അങ്ങ് കൽപ്പിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വര എന്നേക്കും. ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ വിശുദ്ധ മിഖായേലേ, തിന്മകളുടെ ശക്തികളെ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാലാഖവൃന്ദത്തിന്റെ തലവനായ വിശുദ്ധ മിഖായേലേ, ജീവിത ക്ലേശങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനായ വിശുദ്ധ മിഖായേലേ, ജീവിത ദുരിതങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവനീതിയുടെ പാലകനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും വാങ്ങിത്തരണമേ. ദൈവത്തിന്റെ സർവ്വസൈന്യാധിപനായ വിശുദ്ധ മിഖായേലേ, ദൈവഹിതാനുസൃതം ജീവിക്കുവാൻ
ഞങ്ങളെ സഹായിക്കണമേ. വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയുടെ മുഖ്യദൂതനും സർവ്വസൈന്യാധിപനുമായ മീഖായേൽ മാലാഖയുടെ മഹാത്മ്യം യാചിച്ചുകൊണ്ട് ദുഃഖിതരും ക്ലേശരും രോഗികളും ആകുലരുമായി ദാസർ തിരുമുമ്പിൽ അർപ്പിക്കുന്ന യാചനകളെ കരുണാപൂർവ്വം അങ്ങ് സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ക്രിസ്തുവിൻ സപദൻ പരിപാലക മുഖ്യനാം മീഖായേലേ, ദുശക്തികളെ ദൂരയകറ്റുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അന്ധകാരം തിങ്ങും ദുർഘടവീതിയിൽ ഇടറാതെ നയിക്കണമേ. ദുഷ്ടരൻ കെണികളിൽ വീഴാതെ ഞങ്ങൾക്കായി കാവലാകേണമെന്നും. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാസം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവിന്റെ സന്ദേശവാഹകനായ വിശുദ്ധ മിഖായേലെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവജനത്തിനനുസൃതമായി ജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദൈവനീതിയുടെ കാര്യസ്ഥനായ മുഖ്യത ദൈവീയ പുണ്യങ്ങളും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ ജീവിതം വഴി യഥാർത്ഥ ക്രിസ്തുശിഷ്യരായി തീരുവാൻ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിശുദ്ധ മിഖായേലെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാനും ലോകത്തിന് ദുരാശകളിൽ നകന്ന വിശുദ്ധമായ ജീവിതം നയിക്കുവാനും വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിശബ്ദരായി നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ വിശുദ്ധ മിഖായേലിന്റെ മാസത്തിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സർവാധിനാഥനാകും ദൈവത്തിൻ ദൂതനെ നീ ആശ്രയം തേടി വരും ഭക്തരെ കാത്തിടണേ. ഉന്നത സ്ഥാനീയനായി മേവുന്ന മിഖായേലേ, നിന്തിരു ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തിടണേ. സത്യസഭയെ നിത്യം കാക്കുന്ന സ്വർഗദൂത, അരികിൽ നീയുണ്ടെങ്കിലോ ഭയമില്ലാതെല്ലുമെന്നും. മുഖ്യദൂതനും സർവസൈന്യാധിപനും മഹാപ്രഭുവുമായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തത്താലും കുരിശുമരണത്താലും വീണ്ടെടുത്ത സഭയെ പൈശാചിക ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിക്കുവാൻ അങ്ങയെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ക്ലേശകരവും അപകടകരവുമായ ഈ ലോക ജീവിതത്തിൽ തിന്മകളുടെ ശക്തികളോട് പോരാടുവാനും ദൈവനീതിക്ക് അനുസൃതം ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങൾ, കടബാധ്യതകൾ, തഴക്കദോഷങ്ങൾ, കലഹങ്ങൾ, മാനസിക വ്യഥകൾ തുടങ്ങിയ ജീവിത പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, യുവതീ യുവാക്കന്മാർ, ബാലികാബാലന്മാർ എന്നിവരെ തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ സഭാധികാരികൾ, രാഷ്ട്രീയാധികാരികൾ എന്നിവർക്ക് അങ്ങയുടെ സംരക്ഷണം എപ്പോഴും അരികിലുണ്ടായിരിക്കട്ടെ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങാണല്ലോ. ആകയാൽ പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ വിശുദ്ധ സ്ത്രീവായെ അവഹേളിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ ക്ലേശത്തിലും ദുഃഖത്തിലുമായ ഞങ്ങളുടെ മേലുണ്ടാകുവാനായി അത്യുന്നതന്റെ മുൻപിൽ
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുത്ത സഭയെ നാരീയ ശക്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ സഭയുടെ കാവൽക്കാരനും സംരക്ഷകനായി അങ്ങ് നിയോഗിച്ചുവല്ലോ. അങ്ങയുടെ സർവ്വസൈന്യാധിപനായ മിഖായേൽ മാലാഖയുടെ പ്രത്യേക മാസം യാചിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ബലഹീനം പാവികളുമായി ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഈ ലോക ജീവിതയാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ തകർച്ചകളിൽ നിന്നും തിന്മകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാ ശക്തികളിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കാൻ ഞങ്ങളുടെ മുഖ്യദനായോട് കൽപ്പിച്ചൊല്ലണമേ. ലോകം മുഴുവനും അങ്ങയുടെ സർവ്വസൈന്യാധിപനും മുഖ്യദനുമായ വിശുദ്ധ മിഖായേൽ മാലാഖയെ അറിയുവാനും മാധ്യസ്ഥം യാചിക്കുവാനും ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ മുഖ്യദന മാസം വഴി സാധിച്ചു തരുമാറാകണമെന്ന് വിനയപൂർവ്വം വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വരായ എന്നേക്കും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാദൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ,
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഇന്ന് വിവിധങ്ങളായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവരെയും, നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ കുർബാനയിൽ സമർപ്പിക്കാം. ഏറ്റവും വലിയ ആരാധന ഈ കുർബാനയാണെന്നറിയുക. ഈശോയെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണല്ലോ ഈശോയിൽ പിതാവാൻ ദൈവത്തെ പരിശുദ്ധാത്മ കൂട്ടായ്മയിൽ ആരാധിക്കുന്നതിനാണ് കുർബാന എന്ന് പറയുന്നത്. എല്ലാ മാലാഖമാരോടും പുണ്യാത്മാക്കളോടും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേലിനോടും പരിശുദ്ധ അമ്മയോടും മാറിയ യോസേപ്പിനോടും ഒക്കെ ചേർന്ന് നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ പോരായ്മകളെ ഓർത്തുകൊണ്ട് ആഴത്തിൽ അനുദപിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഈ ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. തലകുനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മംഗലവാർത്തക്കാലം എടുക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായുടെ മനുഷ്യാവതാരം വഴി രക്ഷാവാഗ്ദാനം പൂർത്തിയാക്കി അങ്ങ് ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മിശിഹായി ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി കുർബാന യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ലോകരക്ഷകനായ മിശിഹായേ, നിന്റെ ആഗമനം അനുഗ്രഹീതമാകുന്നു.
മാലാഖമാരോടുകൂടെ നിന്നെ സ്തുതിക്കാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമി ആനന്ദിക്കട്ടെ. കിന്നരം മീട്ടി കർത്താവിനെ കീർത്തിക്കുവിൻ, വാദ്യഘോഷത്തോടെ സ്തുതിക്കുവിൻ, കാഹളം മുഴക്കി രാജാവായ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രം അതിന്റെ നിറവിൽ ഇളകി മറിയട്ടെ, ഭൂമി അതിലെ നിവാസികളും ആഹ്ലാദിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കാട്ടാറുകൾ കൈയടിക്കട്ടെ, പർവ്വതങ്ങൾ സ്തുതി പാടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ ആമേൻ. ലോകരക്ഷകനായ മിശിഹായെ, നിന്റെ ആഗമനം അനുഗ്രഹീതമാകുന്നു. മാലാഖമാരോട് നിന്നെ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് നാലങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. തലവനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. സർവജനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. കർത്താവേ, മിശിഹ അനുഗ്രഹിക്കട്ടെ. മിശിഹായോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹ വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളവയെ പറ്റിയല്ല, ഉന്നതത്തിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ മിശിഹായോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നമ്മുടെ ജീവനായ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, ആസക്തി, ദുർവിചാരങ്ങൾ,
വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അനുസരണമില്ലാത്തവരുടെ മേൽ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയിൽ ചരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അധരങ്ങളിൽ നിന്നുള്ള അശുദ്ധവാക്കുകൾ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ഒഴിഞ്ഞു മാറ്റുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിരൂപത്തിൽ തന്നെ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രോവേന്മാരാൽ സംവാഹിതനേ നീ, രക്ഷകനായി നീ അണയുക വേഗം. നിന്റെ ജനത്തിനു ദിവ്യമഹത്വം വെളിവാക്കിയിടാൻ ദയ തോന്നണമേ. ജീവനിവർക്കു പകർന്നിടാനായി തിരുമുഖ ദർശനമേകണമേ നീ. ഹല്ലേലൂയ പാടിടുന്നേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സ്വയം ആശീർവദിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. മത്തായി ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യില്ലാത്തവനെന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. എന്തെന്നാൽ അവർ കാണുന്നെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കും. നിങ്ങൾ തീർച്ചയായും കേൾക്കുമെന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണുമെന്നാൽ ഗ്രഹിക്കുകയില്ല. കാരണം അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും വിധം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവിയും മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേക പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ നിന്നെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശാട സമൂഹത്തിൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് നിലവനുമായ മേജറാർജ് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോളിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോളിത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടെ നിന്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യാനും പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാനും ഞങ്ങളെ സഹായിക്കണമേ.
സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈവെപ്പിനായി തല ഉണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അദ്ദേഹത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. നിനക്ക് ഞാൻ സമാധാനം ആശംസിക്കും. ദൂതൻ ചൊല്ലിയതാ മൊഴികൾ കേൾക്കുകയാ, മറിയം ഭയമാർന്നു. പരിപാവനനാം റൂഹാദൻ ശക്തിവരത്താൽ കന്യകയാൾ സ്വർഗപിതാവാം ദൈവത്തിൻ സുതനാം നാഥനോ മാതാവായി വാഴ്ത്തുന്നു നാഥാതിരുനാമം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയിർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല ശിശുക്കൾക്കുമുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ.
മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സ്രഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ശംസിഹാ തൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പൊതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധ റൂഹായെ ആചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയുടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതൻ്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വയം ആശീർവദിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റുഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവമായി തിരുക്രമം പ്രത്യാശാപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്തയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയ പിതാവായ എങ്കിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധ റൂഹ സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതരാക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. തൃത്വൈക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടിസ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അഭിവാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്തിഗണം പരമോന്നതനായ അങ്ങയെ പാടിസ്തുതിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം
സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവിടുന്ന് വസിക്കുന്ന അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചവരിന്നുള്ള ആദ്യാദിനുമാകുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശ്ലീഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായി രഹസ്യമീശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമീൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തലകുനിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കും. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായി ദിവ്യരഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരകത്താൽ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും
പരിശുദ്ധ റൂഹായുടെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രന് ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹാ വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായി ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗിതകളും സഭയിൽ നകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫായേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായി ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും വത്സരത്തിൻ്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവമെന്നെല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും സ്രഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമാണെന്നും അവരറിയട്ടെ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹാ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ റൂഹായാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവൻ്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി ഈ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. തലകുനിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. പരിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ചവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദൈവികൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങൾ ഏവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും യോഗ്യമാം വിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എൻ്റെ അപരാധ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടയായി എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായി ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ.
കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന അങ്ങയുടെ സ്വന്തമായി ദൈവജനത്തെ അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലരുടെ സാദൃശ്യോടത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായി തിരുശരീര രക്തങ്ങളെയും പരിമള പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിനും സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ ദുർവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ, ക്രോവേശ്രാപ്പേന്മാർ, ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേൽ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. നമ്മുടെ കർത്താവേ ഈശോ മിശിഹായുടെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നതകളും കലഹങ്ങളും മുടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിനും വിദേശിന്ന് നമ്മുടെ ആത്മാക്കളെ വിരുദ്ധമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാ കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശംശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. മനസ്സുഖമെങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും. നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും. സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ. പകയുടെ തീക്കനലാൽ മുറിവുകളേറിയെന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. നിരന്തരമെൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു. പലരുടെ സന്മനസാൽ ഉയർന്നതു ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും. എളിയവർ വന്നിടുമ്പോൾ തിരക്കിൻ്റെ ഭാവമെന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ.
യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ, എന്തു കണ്ടു നീ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ നിൻ്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിൻ്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിൻ്റെ അഭിഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒരുമിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നയിക്കുമേ. സഹനം വഴിയായി മരണത്തിന്മേൽ വിജയം നേടിയ മിശിഹാനാഥ, പരമാരാധ്യൻ രാജമഹേശ, രക്ഷകനായി നീ രാജിക്കുന്നു. ഉന്നതമാകും സ്വർലോകത്തിൽ നവജീവൻ തൻ വാഗ്ദാനങ്ങൾ കനിവോടു ഞങ്ങൾ കേകിയ നാഥ, ദൈവപിതാവിൻ സുതനാമീശോ, കനിവിൻ നാഥ ഞങ്ങളിൽ നിന്നും പീഡകളഖിലം നീക്കി നിതാന്തം ഞങ്ങൾ മേവും ദേശത്തെങ്ങും കൃപയും ശാന്തിയും ഏകീടണമേ. വിധി ദിവസത്തിൽ നിൻ വെളിപാടിൽ ജീവൻ നിന്നിൽ കണ്ടെത്തട്ടെ. താവക ചിത്തം പോലഖിലേശ ഞങ്ങൾ നിന്നെ എതിരേൽക്കട്ടെ. നാഥാമാനവംശത്തിനായി നൽകിയ നിൻ കൃപ ഓർത്തിവരുന്നും ഓശാനകളാൽ നിൻ തിരുനാമം നിതരാം വാഴ്ത്തി പാടിയിടട്ടെ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്ത സുത്തരവും പരിശുദ്ധവും ജീതാകവും ദൈവികവുമായ ഈ രസലെ സംയോജിച്ച് ഇവയെ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതമായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കാനും ആരാധിക്കാനും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കാനും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും തിരുമനസ്സായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച് ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. മർത്യകുലത്തിൻ രക്ഷയ്ക്കായി മാനവരൂപമെടുത്തവനാം കർത്താവീശോ മിശിഹാതൻ നാമം പൂജിതമാകട്ടെ. രക്ഷകനീശോ മിശിഹായെ ആമോദത്തോടെതിരേൽക്കാൻ ദൈവത്തിൻ ജനമേ നിങ്ങൾ യോഗ്യതയെന്നും നേടട്ടെ. മിശിഹാതൻ തിരുവചനത്താൽ പാവനമാം നിണഗാത്രത്താൽ പോഷിതരായവരാ നിങ്ങൾ ദിവ്യമഹത്വം ചൂടട്ടെ. ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കളക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ധൈര്യപ്പെട്ട് നിർപ്പാതകൾ ഞാൻ അണയുന്നു. നടുവെറുപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ക്രിസ്തുവിൻ സഭാതൻ പരിപാലക മുഖ്യനാമേഘായേലേ, ദുശക്തികളെ ദൂരയകറ്റുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അന്ധകാരം തിങ്ങും ദുർഘടവീഥിയിൽ ഇടരാതെ നയിക്കണമേ. ദുഷ്ടർത്തൻ കെണികളിൽ വീഴാതെ ഞങ്ങൾക്കായി കാവലാകേണമേ.